ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മനോഹരമായൊരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിലാണ്. കാക്കനാടിന് സമീപം പെരിങ്ങാല എന്ന സ്ഥലത്താണ്, പള്ളിക്കരയ്ക്ക് സമീപം പെരിങ്ങാല എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല തൃപ്പൂണിത്തുറയിലേക്കാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരവും, കിഴക്കമ്പലം ടൗണിലേക്ക് ഒരു 4 കിലോമീറ്റർ ദൂരവും, കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് ഒരു 8-9 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2550ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും പ്ലസ് യൂട്ടിലിറ്റി വർക്ക് ഏരിയ കൂടിയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷനിലാണ് വീട് വരുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷൻ നമുക്കൊരു ഓപ്ഷനാണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോർ ഒരു പളയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് കോബിൾ സ്റ്റോൺ എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ലിവിംഗ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഇതിൻ്റെ നിർമ്മാണം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ TV യൂണിറ്റ് അവൈലബിൾ ആണ്. വലിയൊരു ഷാൻലിയർ ലൈറ്റ് നല്ല ക്യൂട്ടായി തന്നെ ഹാങ് ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഒരു വലിയ ഗ്ലാസ് എല്ലാം എലിവേഷനിൽ അവൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് ഫ്രണ്ട് വാളിൽ നൽകിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 10-15 പേർ കപ്പാസിറ്റി ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള വലിയൊരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വാഷ് കൗണ്ടറാണ് നമ്മൾ ഈ കാണുന്നത്. ഒതുങ്ങിയ രീതിയിലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ രീതിയിലാണ് കിച്ചൺ കൗണ്ടറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ക്രോക്കറി ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലുള്ള കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കിഴക്കോട്ടാണ് കേട്ടോ ഈ കിച്ചൻ്റെ ഒരു കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയും നമുക്ക് വാഷ് ബേസിനും അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റും എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല വലിയൊരു വാർഡ്രോബ് സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. കൺസീൽഡ് ആയിട്ടാണ് ഫിറ്റിങ്സുകൾ ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. മനോഹരമായ വാൾ ടൈൽസുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 12, 14, 12, 13 എന്ന അളവിലെല്ലാമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയ നല്ല ഒരു ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഫിറ്റിങ്സുകളെല്ലാം കൺസീൽഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയും ജാഗ്വർ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. CCTV ക്യാമറ സിസ്റ്റം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തെ ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ടഫ് ആൻഡ് ഗ്ലാസ് എല്ലാം വാളുകളിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഡബിൾ ഹൈറ്റ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് നൽകിക്കൊണ്ട് തന്നെ ഇവിടുന്ന് മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മാത്രമല്ല നമുക്ക് കാണാം നല്ല വലിപ്പത്തിലുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഷാൻലിയർ ലൈറ്റെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടഫ് ആൻഡ് ഗ്ലാസ് നൽകിയാണ് ഇത് ഹാൻഡ് റെയിലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിങ്ങുകളെല്ലാം ലൂവേഴ്സ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. സിലിണ്ടർ ലൈറ്റുകളെല്ലാം നൽകി കൂടുതൽ ഭംഗി ഇതിന് കൂട്ടിയിരിക്കുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു ഏരിയ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്കറിയാം 2550 സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഇവിടുത്തെ ഓരോരോ ഏരിയയും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സ്റ്റഡി ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഒരു ബാൽക്കണിയും ഒരു യൂട്ടിലിറ്റി സ്പേസുമാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. സെറവിയുടെ സാനിറ്ററി ഫിറ്റിങ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഹോട്ട് വാട്ടറിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാറ്റ് പാറ്റേണിലാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കണ്ടാലോ. ഇതാണ് ലാസ്റ്റ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളും ഡ്രസ്സിങ് ഏരിയ എല്ലാം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഡിവൈഡായിട്ട് തന്നെയാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡ് ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു വലിയൊരു യൂട്ടിലിറ്റി സ്പേസും ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. 5.5 സെൻറ്റിൽ 2550 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീട് ടൗണിന് വളരെ അടുത്താണ്. ടൗണിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി, എറണാകുളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. കളമശ്ശേരി സൈഡിലേക്കാണെങ്കിലും തൃപ്പൂണിത്തുറ സൈഡിലേക്കാണെങ്കിലും അതേപോലെ തന്നെ വൈറ്റില ഭാഗത്തേക്കാണെങ്കിലും കാക്കനാട് സൈഡിലേക്കായും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ ഒരു 6-6.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ ഒരു സൈറ്റിൽ നിന്ന് വരുന്നുള്ളൂ. കൂടാതെ ബസ് റൂട്ടാണെങ്കിലും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. വെറും 100 മീറ്റേഴ്സ് ദൂരം മാത്രം വരുന്നുള്ളൂ. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച വീട് 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 1,05,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി വയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും 90% ലോൺ സൗകര്യം ഞങ്ങൾ മുഖേന അടുത്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.